ഞാൻ പറയുന്നത് നമുക്ക് നിസ്സാരമായ പൈസ കൊണ്ട് ഒരു 20 രൂപ അല്ലെങ്കിൽ ഒരു 49 രൂപ കൊണ്ട് നമുക്ക് ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. ഗെയിമല്ല, ഇതൊരു മത്സരം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ആപ്പിനകത്ത് ഒരു ക്രിക്കറ്റ്, ഫുട്ബോള്, കബഡി അങ്ങനെയുള്ള മത്സരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ. 11 ടീമിൽ ഒരു 11 അംഗങ്ങൾ ഒരു ടീം നമ്മൾ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ക്രിക്കറ്റ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ ക്രിക്കറ്റിനകത്തുനിന്ന് ഒരു 11 പേരെ നമ്മൾ തിരഞ്ഞെടുക്കുക. ഒരു ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുക, ഒരു വൈസ് ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുക. അവർ ഇപ്പോൾ ഇന്നത്തെ കളിയിൽ ഇപ്പോൾ ഇന്ന് നടക്കുന്ന ഒരു മാച്ചാണെങ്കിൽ ആ മാച്ചിൽ അവർ ഇന്ന് എങ്ങനെ പെർഫോം ചെയ്യുന്നു, അവരെങ്ങനെ കളിക്കുന്നു എന്നുള്ളത് വെച്ചാണ് നമുക്ക് പൈസ കിട്ടുന്നത്. അപ്പം മൈ 11 സർക്കിൾ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം തന്നെ അതിനകത്ത് ക്രിക്കറ്റ്, ഫുട്ബോള്, കബഡി അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ കളി, നാളത്തെ കളി, മറ്റന്നാളത്തെ കളി, അങ്ങനെയുള്ള ഓരോ ഗെയിമുകൾ, അപ്പോൾ ഓരോ മത്സരങ്ങളുടെ ഡേറ്റുകൾ സഹിതം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ തിരഞ്ഞെടുത്തായാലും, ഫുട്ബോൾ ഇപ്പോൾ നടക്കുന്ന ISL നടക്കുന്നുണ്ട്, ക്രിക്കറ്റ് നടക്കുന്നുണ്ട്. ഇപ്പം ഇന്ത്യയുടെ കളിയൊന്നുമല്ല, ആരുടെ കളി വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അതിനകത്ത് ഇപ്പോൾ 2 ടീമിലെയും കൂടെ 11 പേരെ തിരഞ്ഞെടുക്കണം. ഇപ്പം 2 ടീം, ഇപ്പോൾ ഇന്ത്യ ആസ്ട്രേലിയയുടെ കളിയാണെങ്കിൽ ഇന്ത്യയുടെ 11 പേരുടെയും ആസ്ട്രേലിയയുടെ 11 പേരുടെയും പേരുകൾ അതിൽ കൊടുത്തിരിക്കും, ഇന്ന് കളിക്കുന്നവരുടെ. അതിൽ നിന്ന് നമ്മൾ ഈ 2 ടീമിൽ നിന്ന് 22 പേരിൽ നിന്ന് 11 പേരെ തിരഞ്ഞെടുക്കണം. വിക്കറ്റ് കീപ്പറെ തിരഞ്ഞെടുക്കണം, ബാറ്റ്മാൻമാരെ തിരഞ്ഞെടുക്കണം, ഓൾറൗണ്ടർമാരെ തിരഞ്ഞെടുക്കണം, ബോളർമാരെ തിരഞ്ഞെടുക്കണം. മൊത്തം എങ്ങനെയൊക്കെ എടുത്താലും 11 പേരെ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ 2 ടീമിൽ നിന്നും എത്ര വേണമെങ്കിലും എടുക്കുക. ഇപ്പം ഇന്ത്യൻ ടീമിൽ നിന്ന് വേണമെങ്കിൽ 7 പേരെ, മറ്റേതിൽ നിന്ന് 4 പേരെ, അങ്ങനെ തിരിച്ച് ആസ്ട്രേലിയക്കകത്തുനിന്ന് 7 പേരെ, നമുക്ക് ഇന്ത്യൻ ടീമിൽ നിന്ന് 4 പേരെ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. എങ്ങനെയായാലും 11 പേരെ സെലക്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിനകത്തൊരു ക്യാപ്റ്റന്, ഒരു വൈസ് ക്യാപ്റ്റൻ. ഇപ്പം വൈസ് ക്യാപ്റ്റനും ക്യാപ്റ്റനും ഒക്കെ എന്ന് പറയുന്നത് അവർക്ക് പ്രത്യേക പോയിൻ്റ് ഉണ്ട്. ഇന്നിപ്പോൾ അവർ കളിക്കുന്നതനുസരിച്ച് ക്യാപ്റ്റന് 2 ഇരട്ടിയാണ്. ഇപ്പം നമ്മൾ ക്യാപ്റ്റനായിട്ട് ഇന്ന് തിരഞ്ഞെടുക്കുന്നത് ഇപ്പം രോഹിത് ശർമ്മയാണെങ്കിൽ, രോഹിത് ശർമ്മ ഇന്ന് 100 റൺ എടുക്കുകയാണെങ്കിൽ 200 പോയിൻ്റ് നമുക്ക് കിട്ടും, ഇരട്ടിയാണ്. വൈസ് ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കുന്ന ആൾ 1.5 ആണ്. അപ്പോൾ എത്ര റൺ എടുക്കുന്നോ അതിൻ്റെ 1.5 കൊണ്ട് ഗുണിച്ച് ഉള്ള പോയിൻ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇന്ന് നമ്മൾ 11 പേരെ തിരഞ്ഞെടുക്കുന്നിടത്ത് വെച്ച് ഈ 11 പേരും ഇന്ന് എങ്ങനെ കളിക്കുന്നു, ഇപ്പോൾ ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും ഈ 11 പേര്, ഇപ്പം ഫുട്ബോളാണെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഇപ്പോൾ ISL തിരഞ്ഞെടുക്കുന്നത്, ഇപ്പോൾ കേരളത്തിൻ്റെ ടീമിനെയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഇപ്പോൾ രാഹുൽ, KP മോഹനൻ, അതുപോലെ ലൂണ, ഇവർ ആരൊക്കെ ഇന്ന് ഗോളടിക്കുന്നു, അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നവർ ഇന്ന് കളിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പം അവർ കളിക്കുന്നതനുസരിച്ചാണ്. അപ്പം നമ്മളിന്ന് രാഹുൽ KP ആണ് ക്യാപ്റ്റൻ ആക്കിയേക്കുന്നതെങ്കിൽ അദ്ദേഹം 2 ഗോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയിൻ്റുകൾ ഇരട്ടിയാണ് പോയിൻ്റ്. അപ്പം ഇന്ന് ഈ മത്സരത്തിൽ ഇപ്പോൾ ഇതിനകത്ത് ഈ ആപ്പിലെന്ന് പറയുന്നത് ഇപ്പോൾ 49 രൂപ അല്ലേ. ഫുട്ബോളൊക്കെ ആണെങ്കിൽ കുറഞ്ഞ റേറ്റാണ്. അതുപോലെ സമ്മാനങ്ങൾ ഫുട്ബോളിനകത്തൊക്കെ കുറവാണ്, ISLലൊക്കെ സമ്മാനം കുറവാണ്. ആ സമയത്ത് ക്രിക്കറ്റിനകത്താണെങ്കിൽ കോടികളാണ് ഒന്നാം സമ്മാനം. 1 കോടിയൊക്കെയാണ് ഒന്നാം സമ്മാനം. പിന്നെ ലക്ഷങ്ങൾ ഇങ്ങനെ താഴോട്ട് വരും. പിന്നെ താഴെ ഏറ്റവും 49 രൂപ വരെയുള്ള സമ്മാനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പങ്കെടുക്കുകയാണെങ്കിൽ എനിക്ക് 1000 രൂപ കിട്ടിയിട്ടുണ്ട്, 500 രൂപ കിട്ടിയിട്ടുണ്ട്, 49 രൂപ. ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് 49 രൂപയാണ്. കാരണം നമ്മൾ സെലക്ട് ചെയ്യുന്ന ടീമുകൾ ചിലപ്പം മോശമായി പോകും. അന്നത്തെ പ്രകടനം അവരുടെ മോശമാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പോയിൻ്റ് കുറവായിരിക്കും. അപ്പോൾ ആ പോയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്ന് 1,00,000 പേര് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ, ഈ മത്സരത്തിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ നമുക്ക് ഒരു ടീം മാത്രമല്ല, നമുക്ക് 4-5 ടീമിനെ വേണമെങ്കിൽ ഉണ്ടാക്കിയിടാം പൈസ ഉണ്ടെങ്കിൽ. അപ്പോൾ 49 രൂപ വെച്ച് 5 ടീമാകുമ്പോൾ 49 × 5 അത്രയാവും. 49 രൂപ ചിലവാക്കിയിട്ട് ചിലപ്പോൾ നമുക്ക് 1000 രൂപ കിട്ടാം, 2000 രൂപ കിട്ടാം, ചിലപ്പോൾ ഒന്നാം സ്ഥാനത്ത് വരാം. പക്ഷേ അത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഈ 2 ടീമിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങൾ 11 പേര് ഇന്നെങ്ങനെ കളിക്കും, ഇന്നല്ലെങ്കിൽ നാളെ, എന്നാലും ആ മത്സരത്തിൻ്റെ ഡേറ്റ് എന്നാൽ അന്ന് ആ മത്സരത്തിൽ അവരെങ്ങനെ കളിക്കും എന്നതിനനുസരിച്ചാണ് നമുക്ക് പൈസ കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും നമ്മൾ 49 രൂപ ചിലവാക്കിയാൽ 49 രൂപയെങ്കിലും നമുക്ക് കിട്ടിയിരിക്കും. അപ്പം നമ്മൾ നോക്കിയും കണ്ടും ആ ടീമിനെ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ഇന്ത്യ ആയാലും ആസ്ട്രേലിയ ആയാലും ഇന്ത്യ ആയാലും വെസ്റ്റ് ഇൻഡീസ് ആയാലും ഏത് ടീമിലായാലും 11, 11, 22 പേര് ഇന്ന് കളിക്കുന്ന 22 പേരുടെ ലിസ്റ്റ് അതിനകത്ത് കാണും.
ആ ലിസ്റ്റിനകത്ത് നിന്ന് 11 പേരെ മൊത്തത്തിൽ തിരഞ്ഞെടുക്കുക. 2 ടീമിൽ നിന്നും കൂടെ എടുക്കണം. നമ്മളൊരു ടീം, അങ്ങനെ ഒരു ടീമിന് നമ്മുടേതായ ഒരു ടീമിനെ തിരഞ്ഞെടുക്കുക. ആ ടീം ഇന്നെങ്ങനെ കളിക്കുന്നു, അതിനകത്തുള്ളവർ ഇന്നെങ്ങനെ കളിക്കുന്നു, അതനുസരിച്ചാണ് നമുക്ക് പോയിൻ്റ്. അപ്പോൾ നമ്മുടെ ഈ മത്സരം നടക്കുന്നതിനിടയ്ക്ക് വെച്ച് തന്നെ നമുക്ക് അതിനകത്ത് കയറി പിന്നെ മത്സരം എങ്ങനെയൊക്കെ ഉണ്ടെന്ന്, പോയിൻ്റുകൾ എത്ര കിട്ടിയെന്നൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. കളി തീർന്നു കഴിയുമ്പം നമുക്ക് സമ്മാനം ഉണ്ടെങ്കിൽ അതിനകത്ത് എഴുതി കാണിക്കും. അതുപോലെ നമ്മുടെ പോയിൻ്റ് അതിനകത്ത് അറിയാൻ പറ്റും. ആ പോയിൻ്റ് വെച്ച് നമുക്ക് നമ്മൾ എത്രാം സ്ഥാനത്ത് എത്തിയെന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ ഫുട്ബോളായാലും എല്ലാം അങ്ങനെ തന്നെ. കളി തീർന്ന ഉടനെ തന്നെ നമ്മുടെ പൈസ അക്കൗണ്ടിൽ വരും. അക്കൗണ്ടിലല്ല, നമ്മുടെ ആ ആപ്പിനകത്ത് അക്കൗണ്ടിൽ വരും. എന്നിട്ട് നമുക്ക് 100 രൂപ തൊട്ടുള്ള, ഏറ്റവും കുറഞ്ഞത് 100 രൂപയാണ്. 100 രൂപ തൊട്ട് മേളിലോട്ട് നമുക്ക് വിഡ്രോ ചെയ്യാം. നമ്മുടെ അക്കൗണ്ട് നമ്പരും കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അതവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൈസ വിഡ്രോ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് നോക്കുക. ഇപ്പോൾ ലേഡീസിനായാലും ജെൻസിനായാലും ആർക്ക് വേണമെങ്കിലും കളിക്കാവുന്നതാണ് ഇത്. മറ്റ് പിന്നെ റമ്മി സർക്കിളൊക്കെ കളിക്കുന്ന പോലെ പൈസ പോകത്തില്ല നമ്മുടെ കയ്യിൽ നിന്ന്. ഇത് നമ്മളൊരു 11 പേരെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇന്നത്തെ കളിയിൽ അവർ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ, നല്ലോണം കളിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ തിരഞ്ഞെടുക്കുന്നവരുടെ സെലക്ഷൻ നല്ലതായിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ ഉറപ്പാണ്. പൈസ നമ്മുടെ അക്കൗണ്ടിൽ വരും. പിന്നെ 100 രൂപയും മേളിലോട്ട് ഉള്ള സമ്മാനമാണെങ്കിൽ നമുക്ക് അന്നേരം തന്നെ വിഡ്രോ ചെയ്തെടുക്കാം. ഇതിനകത്ത് തട്ടിപ്പും വെട്ടിപ്പും ഒന്നുമുള്ള അല്ല. മറ്റേ റമ്മി സർക്കിൾ പോലെ മറ്റൊരു യന്ത്രവുമായിട്ട് നമ്മൾ കളിക്കുകയല്ല. ഇത് നമ്മൾ ടീമിനെ തിരഞ്ഞെടുത്താൽ പിന്നെ നമ്മൾ അതിനോട്ട് നോക്കിയേ വേണ്ട. പിന്നെ ആ മത്സരം തീരുമ്പോൾ വേണേൽ നമ്മൾ പോയി നോക്കിയാൽ മതി. അതുപോലെ ഈ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് വരെ, ഇപ്പോൾ ഈ ലൈനപ്പിൽ ഇന്ന് കളിക്കുന്ന, ചിലപ്പോൾ നമ്മൾ ഇന്നലെയാണ് ഈ ടീമിനെ തിരഞ്ഞെടുത്തതെങ്കിൽ നമ്മൾ ഒന്നുകൂടെ മത്സരം തുടങ്ങുന്ന ഒരു അരമണിക്കൂർ മുമ്പ് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. കാരണം ചിലപ്പോൾ രോഹിത് ശർമ്മയൊക്കെ ഇന്നലെ ടീമിലുണ്ടായിരിക്കും. ഇന്ന് ചിലപ്പോൾ കളിക്കുന്ന സമയത്ത് രോഹിത് ശർമ്മ ആ 11 ടീമിൽ കാണത്തില്ല. അപ്പം വേറെ ആരെ ഉൾപ്പെടുത്തിയെന്ന് നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് അരമണിക്കൂർ മുമ്പേ, കളി തുടങ്ങുന്ന സമയത്തിന് അരമണിക്കൂർ മുമ്പേ നമ്മുടെ ടീം ഒന്നുകൂടെ എഡിറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ കളിയിലില്ലാത്തവരെ ഒരു ചുമന്ന ഡോട്ടിട്ട് പിന്നെ അതിനകത്ത് കാണിക്കും. അല്ലെങ്കിൽ അത് നമുക്ക് മെസ്സേജ് വരും, ഇന്ന ആളുകൾ നമ്മുടെ ഇന്നത്തെ കളിയിൽ ഇല്ലെന്നുള്ളത് ഒരു മെസ്സേജ് വരും. അപ്പോൾ അവരെ മാറ്റിയിട്ട് നമുക്ക് വേറെ ആളെ അതിനകത്ത് ഉൾപ്പെടുത്താം. അങ്ങനെ വീണ്ടും 11 നമുക്കത് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മത്സരം കഴിയുമ്പം തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് വരും. 20 രൂപയോ 49 രൂപയോ എത്ര കൊടുത്താൽ നമ്മൾ ചേരുന്നതെന്ന് വെച്ചാൽ മിനിമം അത്രയും സമ്മാനം കിട്ടും. പിന്നെ അതിന് മുകളിലോട്ട് നമ്മുടെ ടീമിൻ്റെ നിലവാരം അനുസരിച്ച് മുകളിലോട്ട് കിട്ടും. അപ്പം നിങ്ങളെന്തായാലും ഇതിനകത്തൊന്ന് പങ്കുചേർന്ന് നോക്കുക. പൈസ ഉണ്ടെങ്കിൽ 20 രൂപ 49 രൂപ കളിക്കാനുണ്ടെങ്കിൽ പെൺപിള്ളേർക്കും ചേരാവുന്നതാണ്. ആർക്ക് വേണമെങ്കിലും കളിക്കാൻ, നിസ്സാര കാര്യങ്ങളാണ്. നമുക്ക് ഫോൺ കൈകാര്യം ചെയ്യാൻ അറിയാമെങ്കിൽ യൂട്യൂബും അത് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നവരാകുമ്പോൾ ഈ ഗെയിം കളിക്കാൻ എളുപ്പം. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിനൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് ഓട്ടോമാറ്റിക് നമുക്ക് മനസ്സിലാവും. പിന്നെ ഞാൻ ഇതിനകത്ത് വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് രൂപത്തിൽ ചോദിക്കാം. ഇപ്പോൾ എൻ്റെ അറിവിൽ ഞാൻ കളിച്ചിട്ടുള്ളൊരു ഗെയിമായതുകൊണ്ട് അത് ഉറപ്പായ പൈസ കിട്ടുന്നത് കൊണ്ട് ഞാൻ വിഡ്രോ ചെയ്തിട്ടുണ്ട്. 1000 രൂപ വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. 49 രൂപയാണ് ഏറ്റവും കൂടുതൽ കിട്ടിയത്. 1000 രൂപ വരെ കിട്ടി. അപ്പം ഞാൻ സെലക്ട് ചെയ്യുന്ന ടീമുകൾ മോശമായതുകൊണ്ടാണ് എനിക്ക് സമ്മാനം കുറയുന്നത്. ഇപ്പോൾ ഈ 1-ാം സ്ഥാനത്ത് 1 കോടികളൊക്കെ ക്രിക്കറ്റിൽ ഓരോ കോടി മേടിക്കുന്നവർ, അവർ ടീം നല്ലതായതുകൊണ്ടാണ്. ചിലപ്പോൾ അവർ 3-4 ടീമിനെയൊക്കെ തിരഞ്ഞെടുക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം വിന്നാവും. അപ്പോൾ നിങ്ങളിതൊന്ന് കണ്ടു നോക്ക്. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്ക്. ചെയ്യാൻ നിസ്സാര കാര്യങ്ങളേ ഉള്ളൂ, പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ഇതിൻ്റെ കൂടെ ഇരിക്കുകയൊന്നും വേണ്ട. ആ ടീം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അരമണിക്കൂറിന് മുമ്പ്, കളി തുടങ്ങുന്ന സമയത്തിന് അരമണിക്കൂർ മുമ്പ് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. കാരണം നമ്മൾ തിരഞ്ഞെടുത്ത ആരെങ്കിലും അതിനകത്ത് കളിക്കുന്നില്ലെങ്കിൽ നമ്മൾ മാറ്റി വേറെ ആളെ എടുക്കണം. അത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. മുകളിൽ ആ പെന്നൈക്കിനകത്ത് എഡിറ്റ് ചെയ്ത് നമുക്ക് ആളെ മാറ്റിയെടുക്കാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ചുമ്മാ വീട്ടിൽ ഇരുന്ന് സമയം കളയുന്ന നേരത്തെ ഒരു 49 രൂപ ചിലവാക്കിയാൽ ചിലപ്പം ഒരു 10,000 രൂപ കിട്ടിയ അത്ര ആകത്തില്ലേ, ഇല്ല ഒരു 1000 രൂപ കിട്ടിയ അത്ര ആകത്തില്ലേ. നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് 49 രൂപയെ പോകത്തുള്ളൂ. പിന്നെ നമ്മൾ എങ്ങനെയായാലും ചേർന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ടീം ഒരുവിധം നല്ല ടീമാണെങ്കിൽ 49 രൂപ പോകത്തില്ല. ചേരുന്ന പൈസ എങ്കിലും കിട്ടും, അതേ ഉറപ്പാണ്. മറ്റ് ഗെയിം പോലെ നമ്മൾ കൂടിയിരുന്ന് കളിക്കുകയോ നമ്മൾ കമ്പ്യൂട്ടറിനോട് കളിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്ത് കളി തീരുമ്പോൾ റിസൾട്ട് വരും. പൈസ നമുക്ക്
അല്ലാതെ തന്നെ വിഡ്രോ ചെയ്യുകയും ചെയ്യും. ശരിയെന്ന് കണ്ടു. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ മൈ 11 സർക്കിൾ ആപ്പ്. ഇത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇങ്ങനൊരു എന്തോന്ന് കാണാം. അതിനകത്ത് നമ്മൾ ക്രിക്കറ്റ് ആണെങ്കിൽ ക്രിക്കറ്റ് സെലക്ട് ചെയ്യുക, ഫുട്ബോൾ ആണെങ്കിൽ ഫുട്ബോൾ സെലക്ട് ചെയ്യുക, ബാസ്ക്കറ്റ് ബോൾ ആണെങ്കിൽ ബാസ്ക്കറ്റ് ബോൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഏത് മത്സരം, എന്നത്തെ മത്സരമാണ്, ഏത് ഡേറ്റിലെ മത്സരമാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ഫുട്ബോളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഫുട്ബോൾ സെലക്ട് ചെയ്ത് വേണ്ട ഇന്നത്തെ മത്സരമാണ്. ഇന്ന് പിന്നെ 7:30 മത്സരം നടക്കുന്നു. കോൽക്കട്ടയും പിന്നെ നോർത്ത് ഈസ്റ്റ് മത്സരമാണ് ഞാനിന്ന് കളിക്കാൻ പോകുന്നത്. അപ്പം നമുക്കതൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്ക്. ഇപ്പോൾ ഇതാ ഇങ്ങനൊരു സ്പേസ് വരും. അപ്പോൾ 25 രൂപ, 1000 രൂപ, 777 രൂപ ഇതൊക്കെ നമുക്ക് മത്സരത്തിന് അടയ്ക്കേണ്ട പൈസകളാണ്. ഞാൻ 25 രൂപയിലാണ് ഞാൻ ചേരുന്നത്. 25 രൂപ ഏതാണ്ട് ആദ്യം കിടക്കുന്നു. അതിൽ ടിക്ക് ചെയ്തിട്ട് അതുണ്ട്. ഇനി നമ്മൾ ടീമിനെ തിരഞ്ഞെടുക്കണം. 11 പേരെ തിരഞ്ഞെടുക്കണം. അപ്പോൾ അത് ഗോൾ കീപ്പർ GK മുകളിൽ കിടക്കുന്നുണ്ട്. ഗോൾ കീപ്പർ ഞാൻ ഗുർമീതിനെ തിരഞ്ഞെടുത്ത് ഈ ഡിഫൻഡർമാരെ തിരഞ്ഞെടുക്കണം. അടുത്ത ഡിഫൻഡർമാരെ തിരഞ്ഞെടുക്കുന്നതാണ്ട് ആൽബർട്ടോ ഏതാഴ്ത്ത ആൾ. അപ്പോൾ ഈ 87-74 ഒക്കെ കിടക്കുന്നല്ലേ, അതെന്ന് പറഞ്ഞത് ഇത്രയും ആളുകൾ 77% ആൾക്കാർ ആ കളിക്കാരനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതാണ് ആ കാണിക്കുന്നത്. ഇപ്പോൾ ഡിഫൻഡർ 2 പേരെ ഞാൻ തിരഞ്ഞെടുത്തു. മിഡ്ഫീൽഡിൽ കളിക്കുന്നവരെ അതാണ്ട് നെസ്റ്റർ, ഗ്രെഗ് അലക്സാണ്ടർ, പിന്നെ ഇങ്ങോട്ട് താഴോട്ട് നമ്മൾ കളിക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ നോക്കി വേണം തിരഞ്ഞെടുക്കാൻ. നല്ലോണം കളിക്കുന്ന കളിക്കാരെ തന്നെ തിരഞ്ഞെടുക്കണം. സഹൽ അബ്ദുൽ സമദ്, അങ്ങനെ 3 പേരെ തിരഞ്ഞെടുത്ത്. ഇപ്പോൾ 3, 2, 5, 1, 6 പേരെ. ഇനി ഫോർവേഡിൽ കളിക്കുന്നവരെ തിരഞ്ഞെടുക്കണം. ഞാൻ ഇതിനെ എടുത്ത് അലേഡിൻ എന്ന് പറയുന്ന ആളിനെ എടുത്ത് ഡിമിത്രി പെട്രട്രോസ് അയാളെ തിരഞ്ഞെടുത്ത്. ഇപ്പം ജീസൺ കുമിങ്സ്, നെസ്റ്റർ, ഇപ്പം 4, 3 ഇപ്പം 4, 8, 2, 10, 11 പേരായി. ഇനി നമ്മൾ ഇതിനകത്തുനിന്ന് ഈ 11 പേരെ നമ്മൾ സെലക്ട് ചെയ്തതിനകത്തുനിന്ന് ഒരു ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കണം, ഒരു വൈസ് ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കണം. ക്യാപ്റ്റനെ ഞാൻ തിരഞ്ഞെടുക്കാൻ പോവാണ്. അപ്പോൾ വൈസ് ക്യാപ്റ്റനെ തിരഞ്ഞെടുത്തത് VC എന്ന് നടക്കുന്ന വൈസ് ക്യാപ്റ്റൻ, C എന്ന് നടക്കുന്നത് C ക്യാപ്റ്റൻ. വൈസ് ക്യാപ്റ്റനെ തിരഞ്ഞെടുത്ത് നമ്മുടെ ആൽബർട്ടോ റോഡ്രിജ് എന്ന് പറയുന്ന ക്യാപ്റ്റനെയും തിരഞ്ഞെടുത്തു. എന്നിട്ട് നമ്മളിനി ജോയിൻ ചെയ്യണം. 25 രൂപ ജോയിൻ ചെയ്ത് അതുകൊണ്ട് ഇപ്പം എൻ്റെ അക്കൗണ്ടിൽ 29 രൂപ കിടന്ന് അതിൽ നിന്ന് 25 രൂപ പോയി. അപ്പോൾ ആ മൈ കോണ്ടസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മത്സരത്തിൻ്റെ ആണത്. ഇനി ഇപ്പോൾ ബാലൻസ് ആണ് ഇതിനകത്ത് കാണിക്കുന്നത് 443. 100 രൂപ എങ്കിലും നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെ ഈ വിഡ്രോ അടപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ടീമിനെ തിരഞ്ഞെടുക്കുന്നത്. ഇനി ഞാനിവിടെ ക്രിക്കറ്റിനകത്ത് ഒരു ടീമിനെ തിരഞ്ഞെടുക്കാൻ പോകുക. ക്രിക്കറ്റിനൊക്കെ വലിയ പ്രൈസാണ് കേട്ടോ. അതുകൊണ്ട് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയുടെ ഒരു കളിയാണ് ഞാൻ തിരഞ്ഞെടുത്തത്. അത് 1.1 കോടിയാണ് സമ്മാനം. ഇതാണ് ഈ 49 രൂപയ്ക്ക് ചേരുമ്പോൾ. ഇപ്പോൾ 49 രൂപയുടെ അതിനകത്താണ് ഞാൻ ചേരുന്നത്. ഇപ്പോൾ ഇതിനകത്തുനിന്ന് വിക്കറ്റ് കീപ്പർ ഒരാളെ എടുക്കണം, പിന്നെ ബാറ്റ്മാൻ, പിന്നെ ഓൾറൗണ്ടർ, പിന്നെ ബൗൾ ചെയ്യുന്നവർ. ഇപ്പോൾ അലക്സ് കാരിയർ ഫിലിപ്പ് സാൾട്ടിനെ എടുത്ത്. പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ട്രാവിസ് ഹെഡ്, അബൂസ് ചെയിൻ, ബെൻ ഡക്കറ്റ്, ബാറ്റ്മാൻ 3 പേരെടുത്ത്. അടുത്ത ഓൾറൗണ്ടറി ജേക്കബ് ബെത്തൽ, ആരോൺ മാർഷ്, വിൽ ജാക്സ്, ഗ്ലെൻ മാക്സ്വെൽ, ഇത്ര 5 പേരെ എടുത്ത് ഓൾറൗണ്ടർ. ഇനി ബൗൾ ചെയ്യുന്നവർ
അപ്പോൾ ഇനി നമുക്ക് 5, 3, 8, 1, 9 ഇനി 2 പേരെ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബൗളർമാർ ഇതിൽ നിന്ന് 2 പേരെ എടുക്കാം. ആദം സാംബ, മിച്ചൽ സ്റ്റാർക്ക്. ഇപ്പോൾ 11 പേരായി. ഇനി ഇതിനകത്തുനിന്ന് ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കണം. ഞാൻ ക്യാപ്റ്റനായിട്ട് വൈസ് ക്യാപ്റ്റനായിട്ട് ഞാൻ ഹെഡിനെ എടുത്ത്, VC എന്ന് പറയുന്ന വൈസ് ക്യാപ്റ്റൻ, CA ആണ് ക്യാപ്റ്റൻ. ക്യാപ്റ്റനായിട്ട് ഞാൻ ഇവിടുന്ന് സാംബയെ എടുത്തു. ഇപ്പോൾ നമ്മുടെ ടീം ഫുള്ളായി. അടിയിൽ നമ്മുടെ ടീം ഒന്ന് കാണിക്കുന്നുണ്ട്, ടീം 1. ഇനി പൈസ ആഡ് ചെയ്യാൻ 80 വരും, പക്ഷേ 80 അടിക്കരുത്. 49 രൂപയാണ് ആ മത്സരത്തിന് നമുക്ക് വേണ്ടത്. അപ്പോൾ 49 രൂപ ചെയ്യുക. അപ്പോൾ ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ ഗൂഗിൾ പേയിൽ നിന്ന് പൈസ വയ്ക്കുള്ളൂ. ഇപ്പോൾ എൻ്റെ ഗൂഗിൾ പേ ഓണായി. അതിനകത്ത് 49 രൂപ കട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിമിഷനേരം കൊണ്ട് ടീം തിരഞ്ഞെടുക്കാം, പൈസ അടയ്ക്കുക. നമ്മുടെ ടീം റെഡിയായി കഴിഞ്ഞു. പിന്നെ മത്സരം എപ്പോഴാണെന്ന് വെച്ചാൽ നടന്നു കഴിഞ്ഞാൽ നമുക്ക് സമ്മാനവുമായി.